നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. 2025 ജനുവരി 1 മുതൽ 2025 ഡിസംബർ 31 വരെയുള്ള ഒരു വർഷം 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന ഓരോ കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 27 നക്ഷത്രങ്ങൾ അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ബുധനാഴ്ചയാണ് 1-ാം തീയതി വന്നിരിക്കുന്നത്. ബുധൻ സൗമ്യതയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും ജോലി സംബന്ധമായ കാര്യങ്ങളുടെയും പുതിയ ശ്രമങ്ങളുടെയും സൗഹാർദ്ദത്തിൻ്റെയും പൊതുവെയുള്ള എല്ലാ ശുഭ പ്രതീക്ഷകളുടെയും ആളാണ് ബുധൻ. അങ്ങനെയുള്ള ബുധൻ്റെ ദിവസം, ബുധനാധിപത്യമുള്ള ബുധനാഴ്ച തന്നെ ഒരു വർഷത്തിൻ്റെ തുടക്ക ദിവസം വന്നത് വളരെ ഗുണമായിട്ട് വേണം കാണാൻ. ഇനി ഓരോ കൂറുകാർക്കും, അതായത് ഓരോ നക്ഷത്രക്കാർക്കും തങ്ങളുടെ ഗ്രഹങ്ങളുടെ മാറ്റം അനുസരിച്ച് ഉണ്ടാകാവുന്ന വിധി എങ്ങനെയാണ് എന്ന് നോക്കാം. ഇതൊരു സാമാന്യ ഫലമാണ്. വ്യാഴവും ശനിയും പ്രധാനമായി മാറുന്നതിൻ്റെയും മറ്റു ഗ്രഹങ്ങൾ ചെറിയ ദിവസങ്ങൾ കൊണ്ട് മാറുന്നതിൻ്റെയും ഒക്കെ ഫലം വെച്ചിട്ട് സാമാന്യ ഫലമാണ് പറയുന്നത്. ഓരോരുത്തരുടെയും ഗ്രഹനിലയാണ് പ്രധാനം, അത് പ്രത്യേകമായി മനസ്സിലാക്കുക. അതിൽ ഗ്രഹങ്ങളുടെ ബലാബലം വെച്ചിട്ട് വേണം ഫലം അന്തിമമായി പറയാൻ. സാമാന്യ ഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യം മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 2025 മാർച്ച് 29 7ാം ശനി ആരംഭിക്കുകയാണ്. അതുപോലെ 2025 മെയ് 14-ാം തീയതി വ്യാഴം 3-ാം ഭാവത്തിലേക്കും പോകുന്നു. പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങൾ മോശം സ്ഥലത്തേക്ക് പോകുമ്പോൾ സാമ്പത്തികമായും ജോലി സംബന്ധവുമായും പ്രവർത്തന രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വളരെയധികം നിയന്ത്രണം ഇവർ ഏർപ്പെടുത്തണം എന്ന് കാണുന്നു. സ്വാഭാവികമായും സർവാഭീഷ്ടം എല്ലാം ആഗ്രഹിച്ചു നേടിക്കൊടുക്കുന്ന സ്ഥലമാണ് 11-ാം ഭാവം. അവിടെ നിന്നുകൊണ്ടാണ് ശനി 12ലേക്ക് വന്നിരിക്കുന്നത്. ശനി അവിടെ 12ലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും നഷ്ടങ്ങൾ വർദ്ധിക്കാം, ചിലവ് വർദ്ധിക്കാം, പ്രയോജനമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കേണ്ടി വന്നേക്കാം, ബന്ധങ്ങളിൽ ചെറിയ അകൽച്ചകൾ ഉണ്ടാകാം, യാത്രകൾ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. വ്യാഴം കൂടെ 3-ൽ പോകുന്നത് കൊണ്ട് പ്രവർത്തന രംഗത്ത് എന്തോ ഒരു മന്ദത ഉണ്ടാകാനുള്ള സാധ്യതയും അത് സാമ്പത്തിക നേട്ടത്തെ സ്വാധീനിക്കുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ പ്രവർത്തന രംഗം നഷ്ടമാകുന്നത് വഴി സാമ്പത്തികം കുറയാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം നേരെ ഓപ്പോസിറ്റായിരുന്നു ഇവർക്ക്. ധാരാളം സമ്പത്ത് നേടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വർഷമാണ് സാമാന്യ ഫലത്തിൽ പറയുമ്പോൾ. അങ്ങനെയുള്ള പണം നേടിയവർ അത് വെറുതെ കളഞ്ഞില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിനെ അധിക ചെലവിൻ്റെ ഒരു പാതയിലൂടെ സഞ്ചരിച്ച് അതിനെ നശിപ്പിച്ചില്ല എങ്കിൽ ഈ വർഷം അവർക്ക് നിലനിൽക്കാൻ സാധിക്കും. ഞാനിത് കഴിഞ്ഞ വർഷമേ സൂചിപ്പിച്ചിരുന്നു. നേടുമ്പോൾ മാക്സിമം നേടി അതിനെ കളയാതിരിക്കുക, അത് പരമാവധി സംഭരിക്കുക, ആവശ്യ കാര്യങ്ങൾക്ക് മാത്രം വിനിയോഗിക്കുക എന്ന്. അങ്ങനെ സംഭവിച്ചിട്ടില്ല, അധികമായി ചെലവ് ചെയ്ത് ധൂർത്തടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഈ വർഷം സാമ്പത്തിക പരുങ്ങൽ ഉണ്ടാകാനുള്ള സാധ്യത മേടക്കൂറിനെ സംബന്ധിച്ചുണ്ട്. ആ കാര്യം പ്രത്യേകം മറക്കാതിരിക്കുക. ഈ 2 ഗ്രഹങ്ങൾക്കൊപ്പം പിന്നീട് മാറുന്നത് രാഹുകേതുക്കളാണ്. രാഹു 11-ാം ഭാവത്തിലേക്കും കേതു 5-ാം ഭാവത്തിലേക്കുമാണ് മേടക്കൂറിന് വരുന്നത്. 5-ലെ കേതു അത്ര നല്ലതല്ല. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും ബുദ്ധിശക്തിയും അതുപോലെ പ്രവർത്തനക്ഷമതയുടെയും കാര്യത്തിലുമൊക്കെ അത് നെഗറ്റീവായി സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക്, ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്കോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർ വിദ്യാർത്ഥിനികളായിട്ടുള്ളവർക്കോ ഒക്കെ പഠന സംബന്ധമായ കാര്യങ്ങളിലും അതുപോലെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും ദോഷാവസ്ഥകൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതായി കാണുന്നുണ്ട്. 11-ൽ സഞ്ചരിക്കുന്ന രാഹു ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രയോജനപ്രദമാണ്. വിദേശത്തു നിന്ന് ധനപരമായ ഇടപെടൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ തങ്ങളുടെ വിശേഷാൽ ശക്തിയുള്ള ബുദ്ധി ആവശ്യപ്പെടുന്ന ചില രംഗങ്ങളിൽ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പരമാവധി വിജയിക്കാൻ സാധിക്കും. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗർക്ക് സാധിക്കുമെന്ന് കാണുന്നു. ബാക്കി ഗ്രഹങ്ങൾ പ്രതികൂലമായിരുന്നാലും 11-ലെ രാഹു ഏതെങ്കിലും വിധത്തിൽ ഇവർക്ക് സാമ്പത്തിക നേട്ടം സഹായിക്കുമെന്ന് കാണുന്നു. ആ കർമ്മങ്ങൾ പലതും ആസുര കർമ്മങ്ങൾ ആകാനുള്ള സാധ്യതയുണ്ട്. അതായത് നീതിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ വലിയ ഒരു ഈശ്വരാംശം ഉണ്ടാകണമെന്നോ അല്ലെങ്കിൽ വലിയ ഒരു നന്മയുണ്ടാകണമോ എന്നില്ല. ചില ഇടനിലക്കാർ മധ്യസ്ഥം വഹിക്കുന്ന വകുപ്പുകൾ ഇവരിൽ നിന്നൊക്കെ ഇവർക്ക് പണം വരാനുള്ള സാധ്യത കാണുന്നു, പ്രത്യേകിച്ച് രാഹുവിൻ്റെ ഇടപെടൽ കാരണം. ശനിയുടെ രാശിയിലേക്കാണ് രാഹു പോകുന്നതും മനസ്സിലാക്കുക. പാപഗ്രഹം പാപ രാശിയിലേക്ക് പോകുമ്പോൾ ആ പാപത്വം കൂടി വലിച്ചെടുക്കും. അതുകൊണ്ട് സ്വാഭാവികമായും രാഹു കൂടുതൽ മോശക്കാരനായിട്ടാണ് 11-ൽ നിൽക്കുന്നത്. പക്ഷേ 11-ാം ഭാവമായതിനാൽ അത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രങ്ങൾ അടങ്ങുന്ന മേടക്കൂറിന് സാമ്പത്തികമായി നേട്ടമാണ്. ബാക്കി പൊതുവേ ശ്രദ്ധിക്കണം. പല കാര്യങ്ങളിലും ഇവരുടെ യശസ്സിനോ പ്രശസ്തിക്കോ അല്ലെങ്കിൽ കീർത്തിക്കോ ഒക്കെ ദോഷം വരാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ സംബന്ധമായി ദോഷം വരാം. വാദസംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക്, നട്ടെല്ല് സംബന്ധമായ അസുഖങ്ങളുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ണിനോ ഹൃദയത്തിനോ ഞരമ്പുകൾക്കോ പ്രശ്നമുള്ളവരും ശ്രദ്ധിക്കേണ്ടി വരും. സാമ്പത്തികമായ പര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മാനസികമായും ബാധിക്കാം, അതുകൊണ്ട് ശ്രദ്ധിക്കുക.
പിന്നീട് പൊതുവെ മറ്റു ഗ്രഹങ്ങൾ ഓരോ രാശിയിലും ഓരോ മാസത്തിലും സഞ്ചരിക്കുന്നതൊക്കെ വച്ചിട്ട് ചില ചെറിയ മാറ്റങ്ങളും ചെറിയ ദോഷങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും പൂർണ്ണമായും 2025 സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുർവിധികൾ ഉണ്ടാകുമെന്നോ എന്ന് ചിന്തിക്കേണ്ട. പൊതുവെ ഈ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം വരവിനും പ്രവർത്തനങ്ങൾക്കും ഒരല്പം മാന്ദ്യം സംഭവിക്കാമെന്നേ പറഞ്ഞുള്ളൂ. പൊതുവെ 2025 നല്ല മാസങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് എന്ന് നോക്കാം. ജാനുവരി 14 മുതൽ മാർച്ച് 13 വരെയും ഇവർക്ക് ഗുണമായിട്ടാണ് കാണുന്നത്, പ്രത്യേകിച്ചും പ്രവർത്തന രംഗത്തും സാമ്പത്തിക നേട്ടത്തിനും. മാർച്ച് 29 ശേഷമാണ് ശനി 12ാം ഭാവത്തിലേക്ക്, അതായത് 7.5 ശനിയുടെ രൂപത്തിൽ വരുന്നത്. അതുകൊണ്ട് ആ സമയമാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം ഇവർക്ക് ഗുണമുള്ള മാസങ്ങൾ ജൂൺ പകുതിക്ക് ശേഷം ജൂലൈ പകുതി വരെ ഗുണമാണ്. പിന്നെ സെപ്റ്റംബർ പകുതി മുതൽ ഒക്ടോബർ പകുതി വരെയും താരതമ്യേന ഗുണമുള്ള മാസമായിട്ട് കാണുന്നു. ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒക്ടോബർ പകുതി മുതൽ നവംബർ പകുതി വരെ, അതുപോലെ ഡിസംബർ പകുതി വരെയും ഏകദേശം ദാമ്പത്യ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഈ കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർ. അതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിരഹമോ അകന്നു നിൽക്കലോ ഒക്കെ വേണ്ടി വന്നേക്കാം. അതെല്ലാം ശ്രദ്ധിക്കണം. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ഞാൻ പൊതുവെ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് 2025 താരതമ്യേന ഇവർക്ക് ഗുണം കിട്ടുന്ന മാസങ്ങൾ. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം താരതമ്യേന ജോലി സംബന്ധമായ കാര്യങ്ങളിലും ധനസംബന്ധമായ കാര്യങ്ങളിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊരു മാറ്റമാണ് കാണുന്നത്. പ്രത്യേകിച്ചും മാർച്ച് 29 ശേഷം, അതായത് ഏപ്രിൽ മാസം മുതൽ ഇവർക്ക് ധനപരമായ കാര്യങ്ങളിലും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന അവസ്ഥയിലും പൊതുവെ വളരെ പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ വ്യാഴം 2ാം ഭാവത്തിലേക്ക് പോകുന്നതിനാൽ ധനസംബന്ധമായ കാര്യങ്ങളിലും ഭാഗ്യം ഇവരെ തുണയ്ക്കുന്നു. ലോട്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവർക്ക് അനുകൂലമാണ്. അതുകൊണ്ട് അതൊക്കെ എടുക്കുന്നത് കൊണ്ട് ഗുണം കിട്ടും എന്നും പറയേണ്ടിയിരിക്കുന്നു. വരവ് വർദ്ധിച്ച തോതിൽ ഇവരിലേക്ക് എത്താം. പ്രതീക്ഷിക്കാത്ത പല സ്ഥലത്തു നിന്നും സാമ്പത്തിക സഹായം ഉണ്ടാവാം. വിചാരിച്ചിട്ട് പലപടി പ്രവർത്തിച്ചിട്ടും കിട്ടാതിരുന്ന പല നേട്ടങ്ങളും ഇപ്പോൾ 2025 മാർച്ചിന് ശേഷം ഇവർക്ക് കയ്യിലെത്താം. വീട് നിർമ്മാണം, അതുപോലെ തന്നെ ജോലി നേട്ടം, ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ബിസിനസ്സിൽ പുതിയ സംരംഭങ്ങൾ ഉണ്ടാവുക, പുതിയ വിജയങ്ങൾ ഉണ്ടാവുക, ധനപരമായ നേട്ടത്തിന് വേണ്ടി ചില യാത്രകൾ ചെയ്യുന്നത് ലക്ഷ്യത്തിലെത്തുക, വിദേശവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഗുണമുണ്ടാവുക, യാത്ര അനുകൂലമാവുക, വിവാഹം തുടങ്ങിയ മംഗളകാര്യങ്ങൾ നടക്കുക. അങ്ങനെ പൊതുവെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു നേട്ടവും സാമ്പത്തികമായ വരവും ഇവർക്കിപ്പോൾ വർദ്ധിക്കുന്നു. തീർച്ചയായും ചില മാസങ്ങളിൽ ദോഷമുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ആർക്കും പൂർണ്ണമായ ഗുണമോ ആർക്കും പൂർണ്ണമായി ദോഷമോ ഒരിക്കലും കാലം സമ്മാനിക്കുന്നില്ല എന്ന സത്യം മനസ്സിലാക്കുക. ചില ഗ്രഹങ്ങൾ മോശപ്പെട്ട അവസ്ഥയിലേക്ക് നിൽക്കുമ്പോൾ ഈ വലിയ നേട്ടങ്ങൾ, ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആ പ്രശ്നങ്ങളെ അഹങ്കാരത്തോടു കൂടി നേരിട്ടാൽ ചിലപ്പോൾ മൊത്തം കിട്ടുന്ന കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യാം. അതുകൊണ്ട് എപ്പോഴും ഒരു തികഞ്ഞ ലാളിത്യ മനസ്സോടുകൂടി സൗമ്യഭാവത്തോടുകൂടി കാര്യങ്ങളെ നേരിടുക എന്നുള്ളതാണ് എപ്പോഴും പറയാനുള്ള കാര്യം. ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവായ ഗുണങ്ങളാണ്. ഇനി ഇവർക്ക് ഏറെ ഗുണമുള്ള മാസങ്ങൾ എന്ന് പറയുന്നത് 2025 ഫെബ്രുവരി 14 ശേഷം ഏപ്രിൽ 13 വരെ ഇവർക്ക് ഗുണമുള്ള മാസങ്ങളായിട്ട് കാണുന്നു. ശേഷം അതായത് ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെയും താരതമ്യേന ഗുണമാണ്. അതിനുശേഷം ഒക്ടോബർ പകുതി മുതൽ നവംബർ പകുതി വരെയും താരതമ്യേന ഗുണമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കാനുമൊക്കെ സാധ്യതയുള്ള മാസങ്ങൾ എന്ന് പറയുന്നത് നവംബർ പകുതി തൊട്ട് ഡിസംബർ പകുതി വരെ ശ്രദ്ധിക്കേണ്ട മാസങ്ങളാണ്. പല കാര്യങ്ങളിലും, ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും ജീവിതത്തിൽ ദാമ്പത്യ ബന്ധത്തിന് അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളിലുമൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാം. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 10ൽ നിന്നിരുന്ന രാഹു ഇവർക്ക് 9ലോട്ടും, അതുപോലെ 9ൽ നിന്നിരുന്ന ശനി 10ലോട്ടും പോകുന്നു. അപ്പോൾ കണ്ടകശനിയാണ് 10ാം ഭാവത്തിലേക്കാണ് പോകുന്നത്. 9ാം ഭാവാധിപനായ ശനി 10ലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കുറച്ച് ഉയർച്ച കിട്ടുന്നു എന്നുള്ള സത്യം മറക്കാതിരിക്കുക. പക്ഷേ അങ്ങനെ ആ ഉയർച്ച ജോലിയിൽ കിട്ടുന്നെങ്കിലും, പദവി കിട്ടുന്നെങ്കിലും അതിന് ഉത്തരവാദിത്വം കൂടുതലും, ആ ഉത്തരവാദിത്വം നമ്മുടെ മനസ്സിനെ, ഈ നക്ഷത്രക്കാരുടെ മനസ്സിനെ പിരിമുറുക്കമാർന്നൊരവസ്ഥയിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും എന്ന് കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര ഇവർക്കിപ്പോൾ തരപ്പെടുന്നു. കുറേ കഷ്ടപ്പാടിന് ശേഷമായിരിക്കും അത് നേടുക.
9ലേക്ക് രാഹു പോകുന്നതിനാൽ ഭാഗ്യം, വിദേശവാസം ഇതൊക്കെ കുറച്ചുകൂടി ഗുണമുള്ളതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടം കാണുന്നു. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ നക്ഷത്രക്കാർക്കും ഇവരുടെ പിതാവിനും ഒക്കെ ദോഷമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അത് ആരോഗ്യ സംബന്ധമായിട്ടാണ്. ത്വക്ക് സംബന്ധമായോ അലർജി സംബന്ധമായോ ഉള്ള അസുഖമുണ്ടാകാം. ഭക്ഷണത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കളിൽ നിന്നോ ഒക്കെ വിഷമോ മറ്റ് പ്രശ്നങ്ങളോ ഉള്ളിൽ ചെല്ലാനുള്ള സാധ്യതയുണ്ട്. അതാണ് അലർജി അസുഖത്തിന് കാരണമാകുന്നതെന്നും കാണുന്നുണ്ട്. എന്തായാലും പഠന സംബന്ധമായ കാര്യങ്ങളിലും ജോലി സംബന്ധമായ കാര്യങ്ങളിലും കുറച്ചുകൂടി ഉത്തരവാദിത്വം, കുറച്ചുകൂടി പിരിമുറുക്കമാർന്ന ഒരു മാനസികാവസ്ഥ ഇതൊക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധനപരമായ കാര്യത്തിൽ ഇവർക്ക് ദോഷമൊന്നും കാണുന്നില്ല. ധനം ഇവരിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെ കാണുന്നു. കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി ഏപ്രിൽ മാസം മുതൽ ഇവർ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുമെന്നും കാണുന്നു. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ സംരംഭങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടൊക്കെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയൊക്കെ ചെയ്യാം. പൊതുവെ പ്രവർത്തന രംഗത്ത് തടസ്സങ്ങൾ കുറച്ചുകൂടി മാറുന്നു. പക്ഷേ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു. ടാർഗറ്റുകൾ ഭീമമാകുന്നു. അത് അച്ചീവ് ചെയ്യാനുള്ള ഭഗീരഥ പ്രയത്നം ചെയ്യേണ്ടി വരും മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ സാമ്പത്തികമായിട്ട് ദോഷമൊന്നും കാണുന്നില്ല. പ്രവർത്തിക്കുന്ന അധ്വാനത്തിന് കൃത്യമായിട്ടും അവർക്ക് റിസൾട്ട് കിട്ടും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. വളരെ ഈസി ഗോയിങ് ആയിട്ട് പണം വരുന്ന ഒരവസ്ഥ അല്ല കാണുന്നത്. മറിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷം പണം ഇവരിലേക്ക് എത്തിച്ചേരുന്നു എന്ന് കാണുന്നു. പല തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നേറാൻ ഇവർക്ക് സാധിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. ഇവരെ സംബന്ധിച്ചിടത്തോളം 2025 പ്രധാനപ്പെട്ട മാസങ്ങൾ എന്ന് പറയുന്നത് മാർച്ച് പകുതിക്ക് ശേഷം ഏകദേശം മെയ് പകുതി വരെയും ഇവർക്ക് ജോലി സംബന്ധമായ കാര്യങ്ങളിലും അതുപോലെ സാമ്പത്തിക നേട്ടത്തിലും പല കാര്യങ്ങൾ നേടുന്നതിൻ്റെ കാര്യത്തിലുമൊക്കെ ഗുണമാണ് കാണുന്നത്. വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാനൊരു സാധ്യത, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ ഈ മാസത്തിൽ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് കാണുന്നു. പിന്നീട് ഇവർക്ക് ഗുണമുള്ള മാസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെയുള്ള കാലമാണ്. ശേഷം ഗുണമുള്ളത് നവംബർ പകുതിക്ക് ശേഷം ഡിസംബർ പകുതി വരെയാണ്. ദോഷം, കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ പ്രശ്നം ഇതൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യത, ആരോഗ്യ സംബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഡിസംബർ പകുതിക്ക് ശേഷം ഏകദേശം ഫെബ്രുവരി പകുതി വരെയുള്ള കാലമാണ്. ആ കാലത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ല പ്രധാനമായും ഇവരെ അലട്ടുന്നത്. ബന്ധങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചില പ്രശ്നങ്ങളും അതുപോലെ തന്നെ ചില രോഗാവസ്ഥകളുമാണ് കൂടുതലായിട്ട് ഇവരെ അലട്ടാൻ സാധ്യത. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി അലട്ടിയിരുന്ന അഷ്ടമശനി 2025 മാർച്ച് 29 അവസാനിക്കുകയാണ്. ശനി 9ലേക്കാണ് പോകുന്നത്. 9 ശനി പോകുമ്പോൾ പരിപൂർണ ആശ്വാസം എന്ന് ചിന്തിക്കേണ്ട. 3ലും 6ലും 11ലും ശനി സഞ്ചരിക്കുന്ന കാലമാണ് പൊതുവെ ഗുണം എന്നാണ് പറയുക. ഇവിടെ 9 9 ഈ നക്ഷത്രക്കാരുടെ പിതൃഭാവമാണ്. അപ്പോൾ പിതാവിനോ പിതാവിൻ്റെ തത്തുല്യരായ ആൾക്കാർക്കോ കാരണവസ്ഥാനത്തുള്ളവർക്കോ ഒക്കെ നേരിയ തോതിലുള്ള ശാരീരിക അവസ്ഥയോ പ്രശ്നങ്ങളോ വരാം. കാരണം വ്യാഴത്തിൻ്റെ രാശിയിലേക്കാണ് ശനി പോകുന്നത്. വളരെ ക്രൂരനാകാൻ ശനിക്ക് അവിടെ സാധിക്കില്ല. മാത്രമല്ല ഇവിടെ വേറൊരു വിശേഷമെന്ന് പറയുന്നത് 9ാം ഭാവം കൊണ്ട് വിദേശവാസം, പഠനം, ഉപരിപഠനം എല്ലാം ചിന്തിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ചെറിയ ചില തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. എന്നാൽ പൊതുവായി ഉണ്ടായിരുന്ന ഇവരുടെ സാമ്പത്തിക നേട്ടത്തിനും പ്രവർത്തന മേഖലയിലും, അതായത് ജോലി സ്ഥലത്തും പിന്നെ സ്വന്തം ആരോഗ്യത്തിൻ്റെ കാര്യത്തിലുമൊക്കെ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളായ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം, ആയില്യം നക്ഷത്രക്കാരുടെ അവസ്ഥ മാറുകയാണ്. പല തടസ്സങ്ങളും മാറുന്നു. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ അവർക്ക് കുറച്ചുകൂടി ആശ്വാസം ലഭിക്കുന്നു. പ്രവർത്തന മേഖലയിൽ കുറച്ചുകൂടി ഊർജ്ജസ്വലതയോടുകൂടി ഇടപെടാൻ അവർക്ക് സാധിക്കുന്നു. വ്യാഴം 11ലാണ് നിൽക്കുന്നത്. പക്ഷേ മെയ് 14 ശേഷം വ്യാഴം 12ലോട്ട് പോകും. 12ലെ വ്യാഴം ദുഷ്ടനൊന്നുമല്ല. പക്ഷേ 11 കിട്ടിയിരുന്ന ആദായം 12 കിട്ടണമെന്നില്ല. ഒരുപക്ഷെ ഉടനെ ലാഭം കിട്ടാത്ത കുറേ കാര്യങ്ങൾക്ക് 12ലെ വ്യാഴം പണം മുടക്കിപ്പിക്കുമെന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ മക്കളുടെ വിദ്യാഭ്യാസ കാര്യം, സ്വന്തം ആരോഗ്യ സംരക്ഷണം, സ്വന്തം വിദ്യാഭ്യാസം, ജോലി സംബന്ധമായ കാര്യങ്ങളിലെ ഇതര ചെലവുകൾ, യാത്ര, അത് ഏതെങ്കിലുമൊക്കെ വലിയ ഉദ്ദേശം തേടിയുള്ള യാത്രകൾ, വീട് നിർമ്മാണം, അങ്ങനെ തുടങ്ങി നമുക്ക് ഇന്ന് മുടക്കി നാളെ പണം കിട്ടുന്ന ഒരു അവസ്ഥയിൽ ആയിരിക്കില്ല. മറ്റു പല കാര്യങ്ങളിലുമൊക്കെ പണം മുടക്കേണ്ടി വന്നേക്കാം. പക്ഷേ അതൊരു നഷ്ടക്കച്ചവടം ആകണമെന്നില്ല. നമ്മുടെ തന്നെ ഈ നക്ഷത്രക്കാരുടെ തന്നെ ഗുണങ്ങൾക്ക് വേണ്ടി, ഭാവിയിലെ ഗുണങ്ങൾക്ക് വേണ്ടി മുടക്കുന്ന പണം ഈ പറയുന്ന 12ൽ സഞ്ചരിക്കുന്ന വ്യാഴം 12ൽ സഞ്ചരിക്കുന്ന കാലത്താണ് സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളത്. ഇതിനൊന്നും ഉറപ്പൊന്നും ആർക്കും പറയാൻ സാധിക്കില്ല. ഇതൊക്കെ സൂചനകളാണ്. അപ്പോൾ 12ലെ വ്യാഴത്തെ കൊണ്ട് ഇവർക്ക് കാശ് കുറേ മുടക്കിപ്പിക്കും എന്ന് കാണുന്നുണ്ട്.
അതിനോടൊപ്പം തന്നെ ശനിയുടെ ഈ കഠിന സ്വഭാവം മാറിയതിനാൽ പല കാര്യങ്ങളിലും ഇവർക്ക് ഇടപെടാൻ സാധിക്കുകയും അതിൽ നിന്നൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ അതൊക്കെ തന്നെയും ഇത്തരം ചെലവുകൾക്ക് മാറ്റിവെക്കേണ്ടതായി കാണുന്നു. പിന്നെ ബാക്കി ഗ്രഹങ്ങളുടെ സൗമ്യഭാവങ്ങളിലുള്ള സഞ്ചാരമാണ് ഇവർക്ക് പൊതുവേ ഗുണം. ഇനി രാഹുകേതുക്കൾ, അത് 8-ലോട്ടാണ് രാഹു. 9-ൽ നിന്നിരുന്ന രാഹു കർക്കിടകക്കൂറിന് 8-ലാണ് വരുന്നത്. 8 എപ്പോഴും ദോഷസ്ഥലമാണ്, ഏറ്റവും ദോഷമുള്ള സ്ഥലമാണ് 8. ശുഭഗ്രഹങ്ങളുടെ ശക്തി മുഴുവൻ ചോർന്നു പോകും, പാപഗ്രഹങ്ങൾ കൂടുതൽ ദുഷ്ടനാവുകയും ചെയ്യുന്ന രാശിയാണ് 8. അപ്പോൾ 8-ലാണ് രാഹു. അതുകൊണ്ട് തന്നെ ആരോഗ്യ സംഭവമായ കാര്യങ്ങളിൽ പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം വന്നിട്ടില്ല എന്നത് മനസ്സിലാക്കണം. അലർജി അസുഖങ്ങളോ വിഷബാധയോ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. അതിലും പ്രധാനം ഇത്തരം അസുഖങ്ങൾ വീണ്ടും എനിക്ക് വരുമോ എന്നുള്ള ആശങ്കകളും ജനിപ്പിക്കാം. 8 ആശങ്കകളെ, സംശയങ്ങളെ ജനിപ്പിക്കുന്നൊരു സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ചും രാഹു അതിന് കാരണഭൂതനുമാണ്. അതുകൊണ്ട് 8-ൽ സഞ്ചരിക്കുമ്പോൾ രാഹു അനാവശ്യ ചിന്തകൾ ഉണ്ടാക്കാം. ഒരു കാരണവും ഉണ്ടാവില്ല. ചിലപ്പോൾ 2-ൽ ആണ് കേതു സഞ്ചരിക്കുന്നത്. 2-ൽ കേതു സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ വാക്ക് ഇത്തരം ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ പക്വതയോടുകൂടിയോ ബുദ്ധിയോടുകൂടിയോ പുറത്തേക്ക് വരണമെന്നില്ല. അതുകൊണ്ട് അബദ്ധങ്ങൾ ഒരുപാട് സംഭവിക്കാം. അത് വീടിനെയും അടുത്തുള്ള ബന്ധുക്കളെയും ഒക്കെ ബാധിക്കാം. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിക്കുക. വാക്കുകളെ, അതിൻ്റെ വാക്കുകളുടെ അടിസ്ഥാനമായി മാറുന്ന ചിന്തകളെ അങ്ങേയറ്റം ധൈര്യത്തോടുകൂടി ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ചില മന്ത്രങ്ങൾ ജപിക്കുക, യോഗ അല്ലെങ്കിൽ എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുക. മനസ്സിനെ ധൈര്യത്തോടു കൂടി വയ്ക്കുക. ആവശ്യമില്ലാത്ത ഭയവും ഇല്ലാത്തതുണ്ടാകും എന്നുള്ള ചിന്തയും ഒന്നും വേണ്ട. രാഹുവിന് പ്രത്യേകം പൂജ ചെയ്താൽ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദോഷങ്ങൾക്ക് മാറ്റമുണ്ടാകും. അപ്പോൾ ഇതാണ് കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന തടസ്സങ്ങൾ മാറി എന്നുള്ള ചിന്ത വരണം. സാമ്പത്തികമായിട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ തന്നെ ഉപയോഗങ്ങൾക്ക് വേണ്ടി പണം മുടക്കേണ്ടി വരും. വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര സക്സസ്ഫുൾ ആകും. അതുപോലെ ചില പ്രധാനപ്പെട്ട മംഗളകാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ചിടത്തോളം, കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 2025-ലെ നല്ല മാസങ്ങൾ, താരതമ്യേന ഗുണമുള്ള മാസങ്ങൾ എന്ന് പറയാവുന്നത് ഏപ്രിൽ 14-ന് ശേഷം, അതായത് വിഷു മുതൽ ഒരു 2 മാസത്തേക്ക് ഇവർക്ക് വളരെ നല്ലതാണ്. സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും ഒക്കെ കാണുന്നു. ആ കാലഘട്ടത്തിൽ ഇവർക്ക് ലോട്ടറി വരെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഏപ്രിൽ പകുതി മുതൽ ജൂൺ പകുതി വരെയുള്ള കാലം നല്ലതാണ്. ശേഷം ഇവർക്ക് ഗുണമുള്ളത് സെപ്റ്റംബർ പകുതി മുതൽ ഏകദേശം ഒക്ടോബർ പകുതി വരെയും താരതമ്യേന ഗുണമാണ്. ഒക്ടോബർ പകുതിക്ക് ശേഷം നവംബർ പകുതി വരെ വാഹനം സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നും മാതാവിന് ദോഷമുണ്ടാകുമെന്നും ഒക്കെ കാണുന്നുണ്ട്. നയന സംബന്ധമായ അസുഖങ്ങളുണ്ടാകാം. അടുത്തത് ഇവർക്ക് ഗുണമുള്ള മാസം എന്ന് പറയുന്നത് ഡിസംബർ പകുതിക്ക് ശേഷം ജനുവരി പകുതി വരെയാണ്. ജനുവരി പകുതിക്ക് ശേഷം ഫെബ്രുവരി പകുതി വരെ കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിലും ആരോഗ്യ സംബന്ധമായ കാര്യത്തിലും ഇവർ വളരെ ശ്രദ്ധിക്കണമെന്നും കാണുന്നു. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും 2024 കണ്ടകശനിയുടെയും അഷ്ടമത്തിൽ രാഹുവിൻ്റെയും ഒക്കെ പ്രശ്നമായിരുന്നു. 2-ൽ കേതുവുമായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. 2025 മാർച്ച് 29 ശനി 8-ലോട്ട് പോകുന്നു. 7-ഉം 8-ഉം ഒരുപോലെ ദുഷ്ടമാണ്. അങ്ങനെ 7-ഉം 8-ഉം ചേർത്ത് 5 വർഷം ദോഷം പറയുന്നുണ്ട്. അഷ്ടമശനിയാണ് ചിങ്ങക്കൂറുകാർക്ക് വരുന്നത്. എന്നാൽ 8-ൽ നിന്നിരുന്ന രാഹു അത് 7-ാം ഭാവത്തിലേക്ക് വരുന്നു. അപ്പോൾ 7-ൽ രാഹുവും 8-ൽ ശനിയും. സ്വാഭാവികമായും അതും അത്ര നല്ലതല്ല. രാഹു ജന്മത്തിലേക്ക് വരികയാണ്. അപ്പോൾ രാഹുകേതുക്കളുടെ സ്വാധീനം ലഗ്നത്തിൽ, അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലേക്ക് വരുന്നതുകൊണ്ട്, ഗോചരാൽ പറയുമ്പോൾ ചന്ദ്രത്തെ ലഗ്നമായി തന്നെ കണക്കാക്കണം, ജന്മലഗ്നം എന്ന് മാത്രം പറയും. അങ്ങനെ വരുമ്പോൾ ശാരീരികമായ അവസ്ഥകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അലർജി അസുഖങ്ങൾ, ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾ, അനാവശ്യ ഭയം, ഇതൊക്കെ ഇവരെയും പിന്തുടരാം. പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമൊത്തുള്ള കാര്യങ്ങളിൽ സംശയവും പ്രശ്നങ്ങളോ കേസോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു മെസ്സേജ് ഇട്ടു, എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് വളരെ അഹന്തയോടുകൂടി. നമുക്ക് കുഴപ്പങ്ങളില്ലാതിരിക്കുന്നത് ഈശ്വരൻ്റെ വലിയ അനുഗ്രഹമല്ലേ. കുഴപ്പം അവർക്ക് ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ആരും ഒന്നും പറയുന്നില്ല. ആർക്കും കുഴപ്പം ഉണ്ടാകരുത് എന്ന നിശബ്ദ പ്രാർത്ഥനയേ ഉള്ളൂ. പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന അഹങ്കാരത്തോടു കൂടി പറയുമ്പോൾ മോശാവസ്ഥകളൊന്നും തീർന്നിട്ടില്ലല്ലോ. മാർച്ച് വരെ ഉണ്ട് കണ്ടകശനി ഇപ്പോഴും. അതുപോലെ തന്നെ രാഹു മാറുന്നതും മാർച്ചിലാണ്. ഒരു നിസാര പ്രശ്നം മതി, ഒരു നിസാര നിമിഷം മതി കാര്യങ്ങൾ അവതാളത്തിലാകാൻ. അപ്പോൾ ഒരിക്കലും അഹങ്കാരത്തോടു കൂടി ഒന്നും പറയാതിരിക്കുക. അത് ആര് പറഞ്ഞാലും ആർക്കായാലും ഉള്ള മറുപടിയാണ് പറയുന്നത്. അഹങ്കാരത്തോടു കൂടി ഒന്നും പറയാതിരിക്കുക. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, ഏത് മോശം കാലാവസ്ഥയിലും പ്രാർത്ഥനയോട് കൂടി മുന്നോട്ട് പോവുക എന്നു മാത്രമേ
നല്ല മനസ്സുള്ള ഏത് ജ്യോതിഷിയും പറയും. അതുകൊണ്ട് അത് എടുക്കുക പ്രധാനമായിട്ടും. അല്ലാതെ അഹങ്കാരത്തോടു കൂടി എനിക്കൊന്നും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് ശിക്ഷയുണ്ടാവും. കാരണം ഏറ്റവും വലിയ ഭക്തൻ ഞാനാണ്, ശിവൻ്റെ ഏറ്റവും വലിയ ഭക്തൻ ഞാനാണ് എന്നുള്ളതായിരുന്നു രാവണൻ്റെ ഏറ്റവും വലിയ അഹങ്കാരം. അതിനെപ്പോലും തച്ചുടച്ചു. അതും ആദ്യം മനസ്സിലാക്കുക കൃത്യമായി ആരിത്തരം വങ്കത്തരങ്ങൾ എഴുതിയാലും. അടുത്തത് പ്രധാനമായിട്ടും ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഈ പറയുന്ന അഷ്ടമത്തിൽ പോകുന്ന ശനിയും അതുപോലെ വ്യാഴം പോകുന്നത് അവർക്ക് 11-ലോട്ടാണ്. അതുമാത്രമാണ് 2025 ചിങ്ങക്കൂറിനെ അനുഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം. 11-ലെ വ്യാഴം അവർക്ക് മാക്സിമം ഗുണം ചെയ്യും. 11-ാം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ 5-ാം ഭാവാധിപനായ വ്യാഴമാണ് 11-ാം ഭാവത്തിലേക്ക് പോകുന്നത്. ആഗ്രഹമനുസരിച്ച്, ബുദ്ധി അനുസരിച്ച്, ബോധ്യമനുസരിച്ച് പ്രവർത്തിക്കുക, തങ്ങളുടെ കഴിവനുസരിച്ച് പരമാവധി വിജയം നേടുക, തങ്ങൾക്ക് അറിവുള്ള മേഖലകളിൽ അങ്ങേയറ്റം ഷൈൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു വർഷമാണ് മെയ് മാസത്തിന് ശേഷം ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. നല്ല സാമ്പത്തിക നേട്ടം കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട ജോലിയിൽ വ്യാപൃതരാകാൻ സാധിക്കുന്നു. അവിടെ നല്ല വിജയങ്ങൾ കൊയ്യാൻ സാധിക്കുന്നു. മറ്റു പല നേട്ടങ്ങളും അവർക്ക് അനുകൂലമായി വരുന്നു. അഭിലഷിച്ച കാര്യങ്ങളൊക്കെയും നടക്കുന്നു. തീർച്ചയായിട്ടും അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ശനിയുടെ തടസ്സങ്ങൾ ഇതിലുണ്ടാകും എന്ന് തന്നെ ഞാൻ പറയുന്നു. ആ തടസ്സങ്ങളെ അതിജീവിക്കാൻ പ്രാർത്ഥനയും മനസ്സിൻ്റെ ശക്തിയും ഇവരെ സഹായിക്കുമെന്നതാണ് 11-ലെ വ്യാഴത്തിൻ്റെ ഗുണം. അതുകൊണ്ട് ഒരു 40% ദോഷവും ഏതാണ്ട് 60% ഗുണത്തോടും കൂടിയായിരിക്കും 2025 എന്ന വർഷം ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗംകാർക്ക്. ബാക്കി ഗ്രഹങ്ങളുടെ സ്വാധീനം ഒക്കെ നമുക്കിപ്പോൾ നോക്കാം. ക്രമേണ ഓരോ ഗ്രഹങ്ങളും ഇങ്ങനെ മാറി മാറി വരുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളും ചെറിയ ഗുണങ്ങളുമൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. അത് പ്രകൃതിയുടെ ഒരു സഹജമായ ഏർപ്പാടാണ്. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 2025 നല്ല മാസങ്ങൾ എന്ന് പറയുന്നത് 2025 ജനുവരി മാസം 14 മുതൽ ഫെബ്രുവരി 13 വരെ, അതായത് ജനുവരി പകുതി മുതൽ ഫെബ്രുവരി പകുതി വരെ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായിട്ട് കാണുന്നു. എന്നാൽ ഉദരസംബന്ധമായ എന്തെങ്കിലും അസുഖമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ഈ മാസത്തിൽ കടബാധ്യതയിൽ നിന്ന് മോചനവും കുറേ പരിധിവരെ തങ്ങൾക്കുണ്ടായിരുന്ന ചില ബാധ്യതകളെ നിറവേറ്റാനും ഇവർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ശേഷം ഇവർക്ക് ഗുണമുള്ളത് എന്ന് പറയുന്നത് മെയ് മാസം പകുതിക്ക് ശേഷം ജൂലൈ മാസം പകുതി വരെ സാമ്പത്തികമായി നല്ല നേട്ടം കാണുന്നു. ലോട്ടറി വരെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. ധനവും പ്രവർത്തനവും വളരെ ഭാഗ്യത്തിൻ്റെ ഉയർന്ന നിലയിലേക്ക് പോകുന്ന ഒരു അവസരമാണ് ഈ 2 മാസങ്ങൾ. ശേഷം ചിങ്ങക്കൂറിന് ഗുണമുള്ളത് ഒക്ടോബർ പകുതിക്ക് ശേഷം നവംബർ പകുതി വരെ ഗുണമാണ്. പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലതയും ഒക്കെ കാണുന്നുണ്ട്. ഇതാണ് പൊതുവെ ഈ താരതമ്യേന 2025 ചിങ്ങക്കൂറിൻ്റെ നല്ല മാസങ്ങൾ. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം, അതുപോലെ തന്നെ ചിത്രയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 10-ലേക്കാണ് പോകുന്നത്. കർമ്മസ്ഥാനത്തേക്ക് വ്യാഴം പോകുന്നു. 6-ൽ സഞ്ചരിച്ചിരുന്ന ശനി 7-ാം ഭാവത്തിലേക്ക് പോകുന്നു. രാഹു 6-ലേക്ക് വരുന്നു. 12-ാം ഭാവത്തിലേക്ക് കേതുവും പോകുന്നു. ആ കണ്ടകശനി എന്ന് പറയുന്നത് 7-ലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ ചിലർക്ക് സ്വന്തം ദേശം വിട്ട് മറ്റൊരിടത്തേക്ക് പോകാം. 10-ലെ വ്യാഴവും ജോലിയിലൊരു മാറ്റമാണ് കാണിക്കുന്നത്. ജലരാശി ആയതിനാൽ വിദേശത്തേക്ക് പോകാൻ സാധിക്കുമെന്നും കാണുന്നു. കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരുന്നതിൻ്റെ ഒരു ദൈന്യത തീർച്ചയായിട്ടും കന്നിക്കൂറിന് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില ബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കൽ ഉണ്ടാകാം. 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു ഇവർക്ക് കടബാധ്യതയിൽ നിന്ന് മോചനവും പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സവുമൊക്കെ മാറിക്കിട്ടുന്നു. എന്നാൽ ഉദരവ്യാധി അല്ലെങ്കിൽ ഉദരസംബന്ധമായ അസുഖങ്ങൾ ഇവരെ പിന്തുടരുമെന്നും കാണുന്നുണ്ട്. നിസാര പ്രശ്നങ്ങളാൽ മനസ്സിന് വിഷമമുണ്ടാകുന്ന അവസ്ഥയും കാണുന്നു. ചില നിസാര വിമർശനങ്ങൾ, ഒരു കാര്യവുമില്ലാത്ത ചില വിമർശനങ്ങൾ ഇവരെ വല്ലാതെ ബാധിക്കുമെന്നും കാണുന്നുണ്ട്. ഏറ്റവും ചെറുതാണെങ്കിലും മൂർഖൻ്റെ കുട്ടിയായാൽ പോലും നമ്മെ അലോസരപ്പെടുത്തും എന്ന് പറയുന്നത് പോലെ ചെറിയ സംശയങ്ങളും ചെറിയ ആശങ്കകളും പോലും ഇവർക്ക് വല്ലാത്ത മനസാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ജോലിസ്ഥലത്ത് ഒരു മാറ്റമുണ്ടാകാം. ജോലിസ്ഥലത്ത് ചെറിയ പ്രശ്നങ്ങളോ ചില അപവാദങ്ങളോ ഒക്കെ ഉണ്ടാകാം. എന്നാൽ അതിനെയൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒന്നുകിൽ ആ സ്ഥാനത്ത് നിന്ന് മാറി മറ്റൊരിടത്തേക്ക് പോവുക. അതല്ല എങ്കിൽ മാത്രം സുഖകരമാണ് 2025 കർമ്മ മേഖല എന്ന് ചിന്തിച്ചുകൂടാ. പ്രത്യേകിച്ചും മെയ് മാസത്തിന് ശേഷം തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, അപവാദങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ സാമ്പത്തികമായിട്ട് ദോഷങ്ങളൊന്നും കാണുന്നില്ല. പ്രത്യേകിച്ചും
ഏകദേശം സെപ്റ്റംബർ മാസം വരെയും സാമ്പത്തിക കാര്യങ്ങളിലൊന്നും ഇവർക്ക് വലിയ ദോഷമുണ്ടാകുന്നില്ല. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു. അതുപോലെ സാമ്പത്തിക മേഖലയിൽ തന്നെ ഇവർക്ക് ഏതെങ്കിലുമൊക്കെ പണം കിട്ടാനുണ്ടെങ്കിലോ വസ്തു വിറ്റു പോകാനുണ്ടെങ്കിലോ അതൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പൊതുവെ സാമ്പത്തിക നേട്ടമാണ് ഇവർക്ക് കാണുന്നത് 2025. കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടി മേന്മ കാണുന്നു സാമ്പത്തികമായി. എന്നാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടി ആശങ്ക ഇവർക്ക് വർദ്ധിക്കുന്നു ഇപ്പോൾ. അതിന് കാരണം ഒരുപക്ഷെ ഈ രാഹു 9-ൽ നിൽക്കുന്നതാണ്, വ്യാഴം 9-ൽ നിൽക്കുന്നതാണ് ഗുണം. 10-ൽ പോകുമ്പോൾ അതിൻ്റെ ഒരു കണ്ടകൻ്റെ എഫക്റ്റ് അതിന് വരുമെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ബന്ധപ്പെട്ടവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് പ്രായാധിക്യമുള്ള രക്തബന്ധത്തിൽപ്പെട്ടവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും പ്രത്യേകമായ ശ്രദ്ധ വേണം എന്ന് പറയുന്നു. 7-ാം ഭാവത്തിൽ നിൽക്കുന്ന കണ്ടകൻ ഇവരുടെ ജീവിത പങ്കാളിക്ക് അസുഖമോ പ്രശ്നമോ അവരിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള സാധ്യതയോ ഒക്കെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങളിൽ അങ്ങേയറ്റത്തെ തീവ്രതയും ശ്രദ്ധയും ചെലുത്തണം എന്ന് ഈ നക്ഷത്രക്കാരോട്, കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയേണ്ടിയിരിക്കുന്നു. പ്രവർത്തന രംഗത്ത് മാറ്റമുണ്ടാകുമെങ്കിലും, ഉയർച്ച ഉണ്ടാകുമെങ്കിലും, സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെങ്കിലും, ജോലിസ്ഥലത്ത് ഉത്തരവാദിത്വം വർദ്ധിക്കുകയും അതിൻ്റേതായ പിരിമുറുക്കമാർന്ന മാനസികാവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമെന്ന് സൂചിപ്പിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഇവരുടെ രോഗാവസ്ഥകൾ, പ്രത്യേകിച്ച് ലോവർ അബ്ഡമിൻ, ജെനിറ്റൽ ഓർഗൻസ്, കാൽമുട്ട്, തുട ഈ ഭാഗങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം. പാദങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധന, വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണം എന്നും ഇവരോട് പറയേണ്ടിയിരിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ 2025 താരതമ്യേന ഭേദപ്പെട്ട മാസങ്ങളെന്ന് പറയുന്നത് 2025 ഫെബ്രുവരി പകുതി മുതൽ മാർച്ച് പകുതി വരെ ഇവർക്ക് താരതമ്യേന ഗുണമാണ്. കടബാധ്യതയിൽ നിന്ന് മോചനം, സാമ്പത്തിക നേട്ടം ഒക്കെ കാണുന്നുണ്ട്. ശേഷം ഇവർക്ക് ഗുണമുള്ളത് ജൂൺ പകുതിക്ക് ശേഷം ഏകദേശം ഓഗസ്റ്റ് പകുതി വരെയും സാമ്പത്തികമായും അതുപോലെ തന്നെ പ്രവർത്തന രംഗത്തും വളരെ ഗുണം കാണുന്നു. പിന്നീട് നവംബർ പകുതിക്ക് ശേഷം ഡിസംബർ പകുതി വരെയും താരതമ്യേന ഗുണമുള്ളതായിട്ടാണ് കാണുന്നത്. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഒരു 45% ദോഷവും ബാക്കി ഗുണവുമായിട്ടാണ് കാണുന്നത്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാന സംഭവം എന്ന് പറയുന്നത് പ്രധാന തടസ്സം, അതായത് 8-ൽ നിന്നിരുന്ന വ്യാഴം 9-ലോട്ട് പോകുന്നു മേയോടുകൂടി. അതുപോലെ 5-ാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന ശനി 6-ലേക്ക് പോകുന്നു മാർച്ച് 29-ഓടുകൂടി. രാഹു 5-ലേക്ക് വരുന്നു, കേതു 11-ലേക്കും വരുന്നു. താരതമ്യേന ഭേദപ്പെട്ട വർഷമാണ് തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ 3/4 ഭാഗം നക്ഷത്രക്കാർക്ക് താരതമ്യേന ഭേദപ്പെട്ടതാണ്. പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. തടസ്സപ്പെട്ടിരുന്ന അത്തരം കാര്യങ്ങളിൽ ആ തടസ്സം മാറുന്നു. വിദേശ സംബന്ധമായ യാത്ര കൂടുതൽ ഗുണകരമാവുന്നു, അല്ലെങ്കിൽ അതിന് അനുമതി ഉണ്ടാകുന്നു. ജോലിയോ പഠനത്തിനോ അന്യരാജ്യത്ത് പോയി നിൽക്കാനും അവിടെ താമസിക്കാനും സാധ്യമാകുന്നു. അവിടെ ഉള്ളവർ ഈ നക്ഷത്രക്കാരിൽപ്പെട്ടവരാണെങ്കിൽ അവിടെ സ്ഥിരവാസത്തിനൊക്കെയുള്ള സാധ്യത വർദ്ധിക്കുന്നു. ജോലിയിൽ ഉറപ്പുണ്ടാകുന്നു. കഴിഞ്ഞ കുറേ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ, പൊതുവായി പറയുമ്പോൾ കഴിഞ്ഞ കുറേ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മാർച്ച് മാസത്തിന് ശേഷം, പ്രത്യേകിച്ച് ഏപ്രിൽ മാസം മുതൽ ഗുണകരമായിട്ടാണ് വരുന്നത്. പല കാര്യങ്ങളും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള പച്ചക്കൊടി കിട്ടുന്നു. അതിൻ്റെ അർത്ഥം അവർക്ക് സാമ്പത്തികമായ സഹായമോ അല്ലെങ്കിൽ മറ്റു സഹായ സഹകരണങ്ങളോ ലഭ്യമാവുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകുന്നു. അതുപോലെ കിട്ടാനുണ്ടായിരുന്ന പണമോ അതുപോലെ തന്നെ മറ്റു വസ്തുക്കളോ, കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന വസ്തുക്കളോ അവരുടെ കയ്യിലെത്തുന്നു. കാണാതെ പോയ വസ്തുക്കൾ തിരിച്ചു കിട്ടാനുള്ള അവസരം കൂടിയാണിത്. ഉലഞ്ഞുപോയ ബന്ധങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു, അവ സജീവമായി തിരിച്ചു വരുന്നു. പല പിണക്കങ്ങളും മാറുന്നു, ആശയക്കുഴപ്പങ്ങൾ മാറുന്നു. അതുകൊണ്ട് പൊതുവേ തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം അനുകൂലമെന്ന് തന്നെ പറയാം. 12 മാസങ്ങളും 365 ദിവസങ്ങളും ഒരുപോലെ ഗുണം ആർക്കും ഉണ്ടാവില്ല എന്ന സത്യം ഇവിടെയും പറയുന്നു. ദോഷാവസ്ഥകൾ ഉണ്ടാകാം. താരതമ്യേന ഭേദപ്പെട്ട മാസങ്ങളും അതുപോലെ താരതമ്യേന ഭേദമില്ലാത്ത മാസങ്ങളും ആയിട്ട് കടന്നു പോകും. എന്നാൽ സാമാന്യേന ഇവർക്ക് കൂടുതൽ ഗുണം കാണുന്നു. അത് പ്രവർത്തന രംഗത്തും സാമ്പത്തിക നേട്ടത്തിലും ഉന്നത വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലും വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയിലും അവിടുത്തെ ജീവിതത്തിലും അവിടെ നിന്നുള്ള വരുമാനത്തിലും ഒക്കെ തന്നെ അത് കാണുന്നുണ്ട്. വരുമാന വർധനവും പ്രവർത്തന വിജയവും എന്തായാലും ഉണ്ട്. ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയങ്ങൾ ഇവർക്ക് ആരോഗ്യ സംബന്ധമായി വരാവുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് പാദങ്ങൾ, അതുപോലെ അരക്കെട്ട്, നട്ടെല്ല്, എല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ ഇതുണ്ടാകാനുള്ള സാധ്യത. അതുപോലെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് ചില ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. വയറും ഉദരവും ശ്രദ്ധിക്കണം എന്ന് കാണുന്നു. ഉദരത്തിലും എന്തെങ്കിലുമൊക്കെ അസുഖമുണ്ടാകാം. സന്താനങ്ങൾക്ക് നേരിയ തോതിലുള്ള ത്വക്ക് രോഗമോ അലർജി അസുഖമോ ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.
ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 2025 താരതമ്യേന ഭേദപ്പെട്ട മാസങ്ങൾ എന്ന് പറയുന്നത് മാർച്ച് പകുതിക്ക് ശേഷം ഏപ്രിൽ പകുതി വരെയും ഇവർക്ക് ഗുണമാണ് കാണുന്നത്. അതിനുശേഷം ജൂലൈ പകുതി മുതൽ ഏകദേശം സെപ്റ്റംബർ പകുതി വരെയും വളരെ ഗുണത്തെ കാണുന്നു. അതിനുശേഷം ഇവർക്ക് ഡിസംബർ പകുതിക്ക് ശേഷമുള്ള ഗുണമാണ്. ഏകദേശം ജനുവരി പകുതി വരെയും ആ ഗുണവും കാണുന്നുണ്ട്. ബന്ധുമിത്രാദികളുടെ സഹകരണം, ബാക്കി ഗുണങ്ങൾ എല്ലാം തന്നെ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഇവർക്ക് ലഭിക്കും. സാമ്പത്തിക നേട്ടവും ലഭിക്കും. വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, 4ാം ഭാവത്തിൽ നിന്നിരുന്ന കണ്ടകശനി മാറുന്നു. 2023 ജനുവരിയിൽ തുടങ്ങി 2025 മാർച്ച് 29 വരെ 4ാം ഭാവത്തിലാണ് കണ്ടകശനി സഞ്ചരിച്ചിരുന്നത്. ഈ 4ന് ഒരു പ്രധാന സവിശേഷതയുള്ളത്, അത് കൃത്യമായി കർമ്മരംഗത്തേക്ക് നോക്കുക കൂടി ചെയ്യുന്നത് കൊണ്ട് തൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ താൻ പ്രവർത്തിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സമോ പ്രശ്നങ്ങളോ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ മൂലകുടുംബത്തിൽ മാതാവിന് പ്രശ്നമുണ്ടാവുക, മാതൃ സഹോദരങ്ങളോ മാതൃബന്ധുക്കളോ ഏതെങ്കിലും തരത്തിൽ ഈ നക്ഷത്രക്കാരുമായി വഴക്കുണ്ടാവുക, മറ്റെന്തെങ്കിലും കലഹം, സ്വത്ത് സംബന്ധമായ പ്രശ്നം, ആരോടും തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ, സൗഹാർദ്ദങ്ങളിൽ വിള്ളലുണ്ടാവുക, ചില കൂട്ടുകെട്ടുകൾ ഇല്ലാതെയാവുക തുടങ്ങിയ അവസ്ഥയാണ് ഈ കണ്ടകശനി സമ്മാനിക്കുക. അതിൻ്റെ കൂടെ 2023 തുടക്ക സമയത്തൊക്കെ തന്നെ 2024 ഏകദേശം ആകുന്നതിന് മുമ്പ് വ്യാഴവും ഇവർക്ക് അനിഷ്ട സ്ഥാനത്തായിരുന്നു. 2024 മേയോടുകൂടിയാണ് വ്യാഴം ഇവർക്ക് 7ാം ഭാവത്തിലേക്ക് വന്നത്. അത് കുറച്ചുകൂടി അനുകൂലമായിട്ടുണ്ട്. അപ്പോൾ 7ലേക്ക് വ്യാഴം വരുന്ന ഈ കാലഘട്ടം അവർക്ക് നല്ലതായിരുന്നു. ഇനി വ്യാഴം മെയ് 14 8ലാണ് പോകുന്നത്. വ്യാഴം 8ൽ പോകുന്ന അത്ര നല്ലതല്ല. പക്ഷേ കണ്ടകശനിയുടെ കാഠിന്യം ഇല്ലാതെയാവുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളിലും ഇവർക്ക് തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു. പ്രത്യേകിച്ച് ഇവരുടെ മാതൃകുടുംബത്തിൽ നിന്നും ഉണ്ടായിരുന്ന നീരസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ മാറുന്നു. മാതാവിൻ്റെ രോഗാവസ്ഥകൾ മാറുന്നു. മാതാവിന് കുറച്ചുകൂടി മാനസികമായ സന്തോഷമുണ്ടാകുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ്. മാതാവിന് സന്തോഷം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മകനായാലും മകളായാലും ഈ നക്ഷത്രത്തിൽപ്പെട്ട, അതായത് വൃശ്ചികക്കൂർ നക്ഷത്രത്തിൽപ്പെട്ട മകനായാലും മകളായാലും അവരുടെ പല കാര്യങ്ങളും ഈ പറയുന്ന മാതാവുമായി ബന്ധപ്പെട്ട് സന്തോഷം ഉളവാക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് അവർക്ക് സന്തോഷം വരുന്നതും ആരോഗ്യാവസ്ഥ കുറച്ചുകൂടി മെച്ചപ്പെടുന്നതും. വാഹന സംബന്ധമായ കാര്യങ്ങളിലും കൂട്ടുത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കുന്ന ബിസിനസ് സംരംഭങ്ങളിലും ജോലി മേഖലകളിലും ഒക്കെ തന്നെ ഇവർക്ക് ഗുണമാണ് കാണുന്നത്. എന്നാൽ വ്യാഴം 8ൽ പോയിരിക്കുന്നത് കൊണ്ട് മെയ് മാസത്തിന് ശേഷം ഇവർക്ക് ചെറിയ ചില ഈശ്വരാധീനക്കേടോ ഭാഗ്യക്കേടോ ഉണ്ടാകാം. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഏറ്റവും ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഇവരുടെ ചില സ്കില്ലുകൾ ചിലപ്പോൾ മറന്നുപോവുകയോ അല്ലെങ്കിൽ ചില പ്രത്യേകമായ സന്നിഗ്ധാവസ്ഥയിൽ എത്തുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അത് കർമ്മരംഗത്തും മറ്റു പല സ്ഥലത്തുമൊക്കെ ബാധിക്കാം. അതുപോലെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളും ശ്രദ്ധിക്കുക. തടിയുള്ളവർ, തടിച്ച ശരീരമുള്ളവർ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഉദരം, അതുപോലെ നട്ടെല്ലിൻ്റെ പിൻഭാഗം, അതായത് കുണ്ടലിനി എന്നൊക്കെ പറയുന്ന ആ സാങ്കല്പിക അവസ്ഥ സ്ഥിതി ചെയ്യുന്ന സ്ഥലം, മൂലാധാരം, ഇവിടെയൊക്കെ വളരെ ശ്രദ്ധിക്കണം. പൈൽസ്, അർശസ് ഇതുമായി ബന്ധമുള്ളവരും ശ്രദ്ധിക്കുക. പൊതുവേ ശരീരത്തിൽ നിന്ന് രക്തം പോകുന്ന അവസ്ഥ, വിളർച്ച ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത്തരം ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകൾ ഉള്ളവർക്ക് ഈ വർഷം അത് മൂർച്ഛിക്കാനുള്ള സാധ്യത മെയ് മാസത്തിന് ശേഷം കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. പ്രാർത്ഥന, ഈശ്വരനിഷ്ഠ ഇതെല്ലാം കൃത്യമായി കൊണ്ടുപോകാൻ സാധിക്കണം. മെയ് മാസത്തിന് ശേഷം ജൂൺ മുതൽ അതിനോടൊക്കെ ഒരു വിരക്തി വന്നേക്കാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സന്താനങ്ങൾക്കും ചെറിയ ചില ആലസ്യങ്ങൾ, അത് പഠനത്തിൽ നിന്നൊക്കെ ഒന്ന് പിന്നോട്ട് മാറാനുള്ളൊരവസ്ഥ കാണുന്നു. അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് അത്തരം ഒരു മാനസികാവസ്ഥയൊക്കെ വരാം. എന്നാലും സാമ്പത്തിക പ്രവർത്തന മേഖലകളിൽ കുറച്ചുകൂടി ഉയർച്ച കാണുന്നുണ്ട്. ഭാഗ്യം ഇവർക്ക് എതിരായിട്ടാണ് മെയ് മാസത്തിന് ശേഷം നിൽക്കുന്നതെങ്കിലും പ്രയത്നം കൊണ്ടും നിഷ്ഠ കൊണ്ടും പ്രാർത്ഥന കൊണ്ടുമൊക്കെ ഈ കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. ഗ്രഹനില പ്രകാരം ശുഭഗ്രഹങ്ങളുടെ സാന്നിധ്യം ദശയുടെയോ ഛിദ്രത്തിൻ്റെയോ അപഹാരത്തിൻ്റെയോ രൂപത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കൂടുതൽ ഗുണകരമായിട്ട് വരികയും ചെയ്യും. ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 2025 താരതമ്യേന ഭേദപ്പെട്ട മാസങ്ങൾ എന്ന് പറയുന്നത് ജനുവരി 14 മുതൽ, അതായത് ജനുവരി പകുതി മുതൽ ഫെബ്രുവരി പകുതി വരെ ഗുണമാണ്. ശേഷം ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെയും ഗുണമാണ്. അതിനുശേഷം ഇവർക്ക് ഗുണമെന്ന് പറയുന്നത് ഓഗസ്റ്റ് പകുതിക്ക് ശേഷം ഏകദേശം ഒക്ടോബർ പകുതി വരെയും താരതമ്യേന ഗുണമുള്ളതാണ്. സാമ്പത്തിക നേട്ടങ്ങളുടെ കാര്യത്തിലാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് കാണുന്നത്.
അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറ് എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. 2025 മാർച്ച് 29 ശേഷം ഇവർക്ക് തൊഴിൽ രംഗത്ത്, അതായത് പ്രവർത്തന മേഖലയിൽ നല്ല ഒരു മാറ്റം കാണുന്നുണ്ട്. കേതു 9ലേക്കും രാഹു 3ലേക്കും വരുന്നു. 4-ാം ഭാവത്തിൽ നിന്നും 10-ാം ഭാവത്തിൽ നിന്നും രാഹുകേതുക്കളുടെ സ്വാധീനം പല പ്രവർത്തന മണ്ഡലങ്ങളെയും വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 4-ാം ഭാവത്തിലേക്ക് മാർച്ച് 29 മുതൽ ശനി വരുന്നു, അതായത് കണ്ടകശനി ആരംഭിക്കുന്നു. എന്നാൽ അനിഷ്ടസ്ഥാനത്ത് നിന്നിരുന്ന വ്യാഴം 7-ാം ഭാവത്തിലേക്ക് പോവുകയാണ് 2025 മെയ് മുതൽ. അപ്പോൾ മെയ് മാസം പകുതി മുതൽ വ്യാഴം നല്ല സ്ഥാനത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവരുടെ കൃത്യനിഷ്ഠയുടെയും ജീവിതത്തിലെ പ്രതീക്ഷകളുടെയും ഒക്കെ കാര്യങ്ങൾക്ക് കൂടുതൽ നിറമുണ്ടാകും. തങ്ങളുടെ കുടുംബജീവിതം കൂടുതൽ മെച്ചപ്പെടും. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുവാകും. ജീവിതത്തിന് കുറച്ചുകൂടി പ്ലാനിങ്ങും അതുപോലെ തന്നെ കാര്യങ്ങളിൽ കുറച്ചുകൂടി മിതത്വവും സാത്വികതയും ഈശ്വരചിന്തയും ഒക്കെ കടന്നു വരും. ശുഭകാര്യങ്ങളിൽ, ശുഭകരമായ അവസ്ഥകളിൽ ജീവിക്കുക, അതുപോലെ തന്നെ മംഗളകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുക, വീട്ടിൽ മംഗളകർമ്മം നടക്കുക, വാഹനം, ധനം ഒക്കെ പുതുതായി വന്നു ചേരുക, അങ്ങനെയുള്ള പുതിയ നേട്ടങ്ങൾ പലതും ഇവർക്കുണ്ടാകുന്നു. അതുവരെ ഉണ്ടായിരുന്ന മനസ്സിൻ്റെ ആലസ്യമൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായും 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കണ്ടകശനിയുടെ ദോഷങ്ങളെ മറന്നുകൊണ്ടല്ല ഇതൊന്നും പറയുന്നത്. കാരണം 4-ൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ വലിയ ദ്രോഹങ്ങളൊന്നും ചെയ്യാൻ സാധ്യതയില്ല. മറ്റൊരു വീട് കൂടി വരാം, അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കാനുള്ള സാധ്യത, പഴക്കമുള്ള വാഹനം മാറ്റിയെടുക്കാൻ സാധ്യത, പുതിയ വാഹനം വരാം, നാട്ടുകാരുമായി നല്ല രീതിയിൽ ഇടപെട്ട് പോകാം. അതിലിടയ്ക്ക് ചില കലഹങ്ങളോ പ്രശ്നങ്ങളോ വരാം. ഇവരുടെ മാതൃസമാനരായ വ്യക്തികൾക്ക് അല്ലെങ്കിൽ മാതാവിൻ്റെ സമാനമായ ജീവിതത്തിൽ ഉള്ളവർക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള, പ്രത്യേകിച്ചും രക്തബന്ധുക്കൾക്ക് ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ പൊതുവേ ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രക്കാർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. എന്നാൽ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഇവരെ സംബന്ധിച്ചിടത്തോളം ഹൃദയ സംബന്ധമോ കൊഴുപ്പ് സംബന്ധമായി ഉണ്ടാകുന്ന ആഘാതങ്ങളോ ഒക്കെ ജീവിതത്തിൽ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിൽ ഉടലെടുക്കാം. അതുകൊണ്ട് അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ആഹാര രീതിയിൽ നിയന്ത്രണവും അതുപോലെ തന്നെ ചില ഡോക്ടർമാർ പറയുന്ന വ്യായാമ മുറകളും ശീലിക്കുക. കണ്ണിനോ അതുപോലെ തന്നെ ഹൃദയത്തിനോ അതുപോലെ തന്നെ ഞരമ്പുകൾക്കോ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ടവർക്കും ചില രോഗാവസ്ഥകളൊക്കെ ഉണ്ടാകാം. പലപ്പോഴും മറ്റൊരാശ്രയത്തിലേക്ക് മനസ്സ് പോകുന്ന തരത്തിലുള്ള ചില ചിന്തകളൊക്കെ കടന്നു വരാം. എന്തായാലും പിതാവിനും ദോഷം കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ചില മാറ്റങ്ങൾ ഇവർക്കിപ്പോൾ വളരെ ഗുണത്തെയും വളരെ സാമ്പത്തിക നേട്ടത്തെയും അതുപോലെ തന്നെ മനസ്സിന് ആശ്രയിക്കാവുന്ന വലിയ ചില തീരുമാനങ്ങളെയും ഒക്കെ എടുക്കാൻ സാധിക്കുന്നൊരവസരം കാണുന്നു. പഴയ വർഷത്തേക്കാൾ, അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇവർക്ക് ഗുണകരമാണ് 2025. ഭാഗ്യത്തിൻ്റെയും ഈശ്വരാധീനത്തിൻ്റെയും കാര്യത്തിൽ പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടം, വിദേശവാസം, വിദേശത്ത് സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ട ബന്ധുക്കളുമായി പോകാനുള്ള സാധ്യത ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവെ ഗുണകരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. പ്രവർത്തന രംഗമാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് തിളക്കമുള്ളതായി മാറുന്നത്. ജോലിയിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 2025 ഭേദപ്പെട്ട മാസങ്ങൾ എന്ന് പറയുന്നത് ഫെബ്രുവരി പകുതിക്ക് ശേഷം മാർച്ച് പകുതി വരെ ഗുണമുള്ള മാസമാണ്. മെയ് 16-നും, അതായത് മെയ് പകുതിക്കും ജൂൺ പകുതിക്കും ഇടയിൽ നല്ല ദിവസങ്ങളാണ് കാണുന്നത്. ശേഷം സെപ്റ്റംബർ പകുതി മുതൽ ഏതാണ്ട് നവംബർ പകുതി വരെയും ഇവർക്ക് വളരെ ഗുണമുള്ള ദിവസങ്ങളായിട്ട് കാണുന്നു. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വ്യാഴം 5-ൽ നിന്നിരുന്നത് 6-ലോട്ടാണ് പോകുന്നത്. എന്നാൽ 7-ര ശനി പൂർണ്ണമായും അവസാനിക്കുന്നു. 2025 മാർച്ച് 29 ശനി 3-ാം ഭാവത്തിലേക്ക് പോകുന്നു. വ്യാഴം 6-ൽ പോയാലും 3-ൽ പോകുന്ന ശനി ഇവർക്ക് വളരെ ഗുണത്തെ ചെയ്യും. ഇവരുടെ സ്ഥിരമായ ആ ഉത്സാഹത്തിൻ്റെ അവസ്ഥയൊന്നും ഒട്ടും കുറയില്ല. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ വളരെയധികം ഊർജ്ജസ്വലത ഉണ്ടാവും. രാഹു 2-ലേക്കാണ് വരുന്നത്. അതുപോലെ അഷ്ടമത്തിലോട്ടാണ് കേതു പോകുന്നത്. അഷ്ടമത്തിലെ കേതുവും 6-ലെ വ്യാഴവും കൂടി ഒരുമിച്ച് ചിന്തിക്കണം. ഊർജ്ജസ്വലതയും അതുപോലെ തന്നെ ശാരീരികമായ ഒരു ഉന്മേഷവുമൊക്കെ വരുമെങ്കിലും തടസ്സവും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിലെ പ്രതികൂല അവസ്ഥകളും ഇവരെ ചെറിയ തോതിലെങ്കിലും ബാധിക്കാം. പ്രത്യേകിച്ച് വ്യാഴം 6-ൽ പോകുമ്പോൾ സാമ്പത്തികമായിട്ട് ചില പിടുത്തങ്ങൾ വരാം. അതുപോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ടവർ പോലും ശത്രുസ്ഥാനത്തേക്ക് മാറാം.
തങ്ങൾ നല്ലവരെന്ന് വിചാരിച്ചിരുന്ന പലരും മോശപ്പെട്ടവരായി ഇവരുടെ മുന്നിലെങ്കിലും പ്രത്യക്ഷപ്പെടാം. അതുകൊണ്ട് തന്നെ ഡിപ്പെൻഡബിൾ എന്ന് പറയാവുന്ന ഒരവസ്ഥ കുറയും, ആശ്രയിക്കാവുന്നവരുടെ എണ്ണം കുറയാം. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന ആശങ്കകൾ വർദ്ധിക്കാം. അഷ്ടമത്തിലെ കേതു പലരെയും ഭയക്കാം, സംശയാസ്പദമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാം. എന്നാലും ഇവരെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്ന പ്രധാന ആൾ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയാണ്. ഒരു വർഷത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ ശനിയുടെയും വ്യാഴത്തിൻ്റെയുമാണ് ഏറ്റവും പ്രധാനമായി ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റു ഗ്രഹങ്ങൾ 20, 15, 45 ദിവസങ്ങളിലൊക്കെ മാറുന്നുണ്ട്. ചിലത് പുറകോട്ടൊക്കെ സഞ്ചരിക്കുമ്പോൾ അതിൽ കൂടുതൽ ദിവസങ്ങളും എടുക്കാം. അതിൻ്റേതായ ദോഷങ്ങളും ഗുണങ്ങളും വരും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ ശനി 3-ൽ വരുന്നതിൻ്റെ ഒരു വലിയ ഗുണം, കാരണം 7ര ശനി മാറി മൂന്നാം ഭാവത്തിലേക്ക് പോകുമ്പോൾ വളരെ ഗുണത്തെ അത് ചെയ്യുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. അത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ കൂടി ആയതിനാൽ ഗുണം വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതൽ ഗുണം കാണുന്നു. അത് സാമ്പത്തിക രൂപത്തിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിൻ്റെ കാര്യത്തിൽ, തങ്ങളുടെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ ഇവർക്ക് നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുന്നൊരു മനസ്സും ശരീരവും സമ്മാനിക്കുമെന്നതാണ് പ്രത്യേകത. 2-ലെ രാഹു വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നും സൗഹാർദ്ദങ്ങളിൽ ചില വാക്കുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നും ഒക്കെ കാണുന്നുണ്ട്. മുഖം സംരക്ഷിക്കണം. കണ്ണ്, മൂക്ക്, നാക്ക്, പല്ല്, ചെവി ഈ ഭാഗങ്ങളിൽ അണുബാധയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ലോഹമിശ്രിതങ്ങളടങ്ങിയ ലേപനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ചില നുണകൾ, ചില കള്ളങ്ങൾ ചിലപ്പോൾ വലിയ ദോഷങ്ങളായി വരാം. തമാശയ്ക്ക് പോലും അവഹേളനം ഉള്ള വാക്കുകളോ മറ്റുള്ളവരെ അപഹാസ്യപ്പെടുത്തുന്ന പദങ്ങളോ ഉപയോഗിക്കാതിരിക്കുക. തൽക്കാലം അത് കേസോ വഴക്കോ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് അഷ്ടമത്തിൽ കേതു കൂടി സഞ്ചരിക്കുന്നതുകൊണ്ട്. ആരോഗ്യം നോക്കണം. ഏറ്റവും പ്രധാനം ആരോഗ്യമാണ്. ഹൃദയം, ഞരമ്പുകൾ, അതുപോലെ തന്നെ കണ്ണുകൾ, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഇതാണ് പ്രധാനമായും ഇവരെക്കുറിച്ച് പറയാനുള്ളത്. സാമ്പത്തിക നേട്ടം, പ്രവർത്തന മേഖല ഇത് ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകും. തടസ്സങ്ങളുണ്ടാകും, ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളും വരും. മുഖം സംരക്ഷിക്കണം. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായി മകരക്കൂറിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം 2025-ലെ സാമാന്യം ഭേദപ്പെട്ട മാസങ്ങൾ എന്ന് പറയുന്നത് 2025 മാർച്ച് മാസം പകുതി മുതൽ ഏപ്രിൽ മാസം പകുതി വരെയും ഗുണമുള്ള മാസമാണ്. ശേഷം ഇവർക്ക് ഗുണം ജൂൺ പകുതിക്ക് ശേഷം ജൂലൈ പകുതി വരെയും നല്ലതാണ്. ജൂലൈ പകുതി തൊട്ട് ഏകദേശം സെപ്റ്റംബർ പകുതി വരെയും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും കുടുംബ സംബന്ധമായ ഇടപെടലുകളും വളരെ ശ്രദ്ധിക്കണം ഈ നക്ഷത്രക്കാർ എന്ന് പറയുന്നു. ശേഷം ഗുണമുള്ളത് ഒക്ടോബർ പകുതിക്ക് ശേഷം ഡിസംബർ പകുതി വരെയും വളരെ ഗുണമാണ്. സാമ്പത്തിക നേട്ടങ്ങളുടെ കാര്യത്തിലും പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും മേന്മയാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം അടങ്ങുന്ന നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യാഴം 5-ലോട്ട് പോയി, ഭാഗ്യസ്ഥാനത്തേക്ക് പോയി, നല്ലതാണ്. മെയ് 14 മുതൽ. അതുപോലെ മാർച്ച് 29-ന് ശേഷം ശനി, ജന്മശനി മാറുകയാണ്. കഴിഞ്ഞ കുറേ കാലമായി കുംഭക്കൂറിനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന ജന്മശനിയാണ് മാറുന്നത്. പ്രധാന തടസ്സങ്ങൾ, പ്രധാന വിഹുലകൾ, വല്ലാത്ത വിങ്ങലുകൾ ഇതെല്ലാം മാറുന്നു. മനസ്സും ശരീരവും കുറച്ചുകൂടി സ്വതന്ത്രമാകുന്നു. സാമ്പത്തികമായി കുറച്ചുകൂടി ഭദ്രതയുണ്ടാകുന്നു. ഭാഗ്യം തെളിയുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങളിലും വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും ഉണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾ മാറുന്നു. വരുമാനം വർദ്ധിക്കുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യലോ അതിന് തടസ്സമുണ്ടായിരുന്നെങ്കിൽ അത് മാറിക്കിട്ടുന്നു. മറ്റ് പല നേട്ടങ്ങളും, ഭൗതികമായ നേട്ടങ്ങളൊക്കെ തന്നെയും ഇവർക്കിപ്പോൾ സ്വായത്തമാക്കാനുള്ള കാലമായി. അതുകൊണ്ട് പൊതുവെ ഗുണമാണ്. പ്രധാന തടസ്സങ്ങൾ ജന്മശനി മാറ്റിക്കൊടുക്കുന്നു. അതുകൊണ്ട് 2025 മാർച്ച് 29-ന് ശേഷം ഇവരുടെ ലൈഫിൽ വലിയ മാറ്റമാണ് വരുന്നത്. ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം പോയിരിക്കുന്നതിനാൽ ഭാഗ്യം ലോട്ടറിയുടെ രൂപത്തിലോ വീട് നിർമ്മാണത്തിൻ്റെ രൂപത്തിലോ നല്ല ജോലിയുടെ രൂപത്തിലോ പെട്ടെന്ന് കിട്ടുന്ന ചില സാമ്പത്തിക സഹായത്തിൻ്റെ രൂപത്തിലോ ഇവരുടെ മുന്നിലെത്താം. അതുകൊണ്ട് വളരെ ഗുണമാണ് കാണുന്നത്. പൊതുവെ ഗുണം തന്നെയാണ്. 2025 ഇവരെ സംബന്ധിച്ചിടത്തോളം 7ര ശനി പൂർണ്ണമായും മാറിയിട്ടില്ല. ജന്മശനി നടുക്കത്തെ 2.5 വർഷമാണ് മാറിയത്. ഇനിയും ഒരു 2.5 വർഷം കൂടിയുണ്ട്. അതിൽ ഒരു വർഷം വ്യാഴം അനുകൂലമായതിനാൽ ഒട്ടും ദോഷം വരില്ല എന്ന് തന്നെ ചിന്തിക്കണം. ബാക്കി ഗ്രഹങ്ങളുടെ സ്വാധീനമനുസരിച്ചും ഗ്രഹനിലയനുസരിച്ചും ദശാപഹാര ചിത്രങ്ങളുടെ നിലയനുസരിച്ചുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിലെ, അതായത് 2025-ലെ ഗുണമുള്ള മാസങ്ങൾ എന്ന് പറയുന്നത് ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെ സാമാന്യം ഗുണമുള്ള മാസമാണ്. അതിനുശേഷം ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെയും ഗുണമാണ്.
ശേഷം ഇവർക്ക് ഗുണമുള്ളത് നവംബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെ ഗുണമുള്ള മാസം. നവംബർ പകുതി മുതൽ ജനുവരി പകുതി വരെയും ഇവർക്ക് സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവുമൊക്കെ കാണുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ പ്രധാനമായും ഇവരെ അലട്ടുന്നത് വാദസംബന്ധമായ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് അരയ്ക്ക് താഴ്പോട്ട്, അതായത് ലോവർ അബ്ഡമിൻ, ജെനിറ്റൽ ഓർഗൻസ് ഭാഗങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാൽമുട്ട്, തുട, പാദങ്ങൾ ഈ ഭാഗത്തൊക്കെ അസുഖമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പിന്നെ കുടവയർ, വയറുമായി ബന്ധപ്പെട്ട് വണ്ണം വയ്ക്കൽ, ഫാറ്റി ലിവർ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക. ഇതിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴമാണ് 4-ലോട്ട് പോകുന്നത്. ഇത്രയും കാലം 7ര ശനിയുടെ തുടക്കമായിരുന്നു. ഇനി ജന്മശനിയാണ് 2025 മാർച്ച് 29 മുതൽ വരുന്നത്. വ്യാഴത്തിൻ്റെ 4-ലെ നില ഒരു വർഷത്തേക്ക് ഇവർക്ക് താരതമ്യേന ഗുണത്തെ കൊടുക്കും. ശേഷം ശ്രദ്ധിക്കണം. കാരണം ജന്മശനി എന്ന് പറയുന്നത് പല വിധത്തിലുള്ള സങ്കടങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കാം. ജനിച്ച സമയത്തുള്ള ശനിയുടെ നില, ശനി ഗ്രഹനിലയിൽ എത്രമാത്രം ഇവരെ പോസിറ്റീവായി സ്വാധീനിക്കുന്നു എന്ന അവസ്ഥ, ദശാപഹാരങ്ങൾ, ഛിദ്രങ്ങൾ ഇതെല്ലാം കണക്കിലെടുത്ത് മറ്റു പല പരിഗണനകളുമുണ്ട്. കണക്കിലെടുത്ത് വേണം കാര്യങ്ങൾ അവസാനമായി നിർണ്ണയിക്കാൻ, അന്തിമമായി നിർണ്ണയിക്കാൻ. എന്നാൽ താൽക്കാലികമായ പ്രശ്നങ്ങൾ എന്തായാലും ജന്മശനി സമ്മാനിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചന്ദ്രാൽ 11ഉം 12ഉം ഭാവാധിപനാകയാൽ വരുമാനം വരുമെങ്കിലും അതൊക്കെ തന്നെയും അതുപോലെ തന്നെ പോകാനുള്ള സാധ്യത കാണുന്നു. പല കാര്യങ്ങളിലും ഇവർക്ക് ഒരു കൃത്യമായ ആസൂത്രണമോ പ്രശ്നങ്ങളോ കാണില്ല. എല്ലാം ചെയ്യാം, എല്ലാം ആസൂത്രണത്തോടു കൂടി മുന്നോട്ട് പോകാം എന്ന ആരംഭശൂരത്വമുള്ള ചില ചിന്തകളല്ലാതെ അതൊക്കെ പ്രാവർത്തികമാക്കാനുള്ള ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഇവർക്ക് ഒടുവിൽ പരാജയമുണ്ടാകാനുള്ള സാധ്യത. പരാജയം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ നേട്ടം ഉണ്ടായിട്ട് കൂടി ആ നേട്ടത്തെ ഇവർക്ക് സ്വാംശീകരിക്കാൻ സാധിക്കാത്തൊരവസ്ഥ വരാം. പണം കയ്യിലില്ലാത്ത അവസ്ഥ വരാം. അത് വളരെ ശ്രദ്ധിക്കണം. മെയ് മാസത്തിന് ശേഷം അതിനൊരു മാറ്റം ഉണ്ടാകാം. ജൂൺ മാസം മുതൽ കുറച്ചുകൂടിയൊക്കെ സാമ്പത്തിക ക്രമീകരണങ്ങളിൽ ഒരു ഭദ്രതയുണ്ടാകും. കുറച്ചുകൂടി പണം ശേഖരിച്ചു വയ്ക്കാനൊക്കെ സാധിക്കും. ആരോഗ്യനില വളരെ ശ്രദ്ധിക്കണം. 12-ലോട്ടാണ് രാഹു പോകുന്നത്. 12-ലെ രാഹു സ്കിൻ സംബന്ധമായോ അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായോ അലർജി സംബന്ധമായോ ഉള്ള അസുഖങ്ങൾക്ക് ആശുപത്രിവാസമോ ഔഷധങ്ങളെ ആശ്രയിക്കലോ ഒക്കെ വേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ആശങ്കകൾ ഇവരെ വിട്ടുപിരിയാതെ നടക്കാം. അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിക്കണം. 6-ാം ഭാവത്തിലേക്കുള്ള കേതുവിൻ്റെ ഇത് പല കടയബാധ്യതകളിൽ നിന്നുമൊക്കെ ഇവർക്ക് മാറ്റമുണ്ടാകുമെങ്കിലും താൽക്കാലികമായ ആശ്വാസം ഉണ്ടാകുമെങ്കിലും ഉദര സംബന്ധമായ രോഗമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ശത്രു പ്രബലനാകുന്നത് നമ്മുടെ സമയദോഷം വരുമ്പോഴാണ്. അതുകൊണ്ട് ശത്രു, ഒളിഞ്ഞിരിക്കുന്ന ശത്രു തെളിഞ്ഞു വരാം, അതും ശ്രദ്ധിക്കണം. പൊതുവേ അത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. 4-ലെ വ്യാഴം ഒരു വർഷത്തേക്ക് ഇവർക്ക് ഗുണത്തെ കൊടുക്കും. പുതിയ വാഹനം, വീടിനൊരു മാറ്റം കാണുന്നു. പുതിയ സ്ഥലത്തേക്ക് താമസം മാറാം. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാം. ആ ബന്ധങ്ങളിൽ നിന്ന് വിജയമുണ്ടാകാം. ചില കൂട്ടുകെട്ടുകൾ വലിയ ഗുണത്തെ ചെയ്യാം. പ്രത്യേകിച്ച് കലാസംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ചില പ്രത്യേക ബിസിനസ് ഉദ്യമങ്ങളിലോ ഒക്കെ അത് ഗുണം ചെയ്യാം. ജോലി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരും ആരുടെയെങ്കിലും കീഴിലൊക്കെ ജോലി ചെയ്യുന്നവരും സർക്കാർ ഉദ്യോഗസ്ഥർക്കും താരതമ്യേന ഭേദപ്പെട്ട വർഷമാണ്. ആരോഗ്യം, പ്രവർത്തനങ്ങളിലുണ്ടാകുന്ന തടസ്സങ്ങൾ, അതിൽ നിന്നുണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ ഇതൊക്കെ ഈ വർഷം പിന്തുടരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം, മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 2025-ലെ താരതമ്യേന ഭേദപ്പെട്ട മാസങ്ങളെന്ന് പറയുന്നത് ജനുവരി 14 മുതൽ, അതായത് ജനുവരി പകുതി മുതൽ ഏകദേശം ഫെബ്രുവരി പകുതി വരെയും താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അതിനുശേഷം മെയ് പകുതി മുതൽ ജൂൺ പകുതി വരെയും, ഓഗസ്റ്റ് പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെയും ഗുണമാണ്. അതിനുശേഷം ഡിസംബർ പകുതി മുതൽ അങ്ങോട്ട് സാമ്പത്തിക നേട്ടം നന്നായി ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഗ്രഹങ്ങൾ മാറിയും മറിഞ്ഞുമൊക്കെ ഇങ്ങനെ വരും. പക്ഷേ നമ്മുടെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും ഒരുവിധമെങ്കിലും സുസ്ഥിരമായി നിലനിർത്തണമെങ്കിൽ കൃത്യമായ പ്രാർത്ഥന, ചിട്ടകൾ ഇതെല്ലാം വേണം. നമ്മുടെ തന്നെ ബാലൻസ് തെറ്റിക്കുന്ന തരത്തിലുള്ള ശീലങ്ങൾ, അത്തരം കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള മാനസിക വ്യഗ്രത ഇതെല്ലാം തന്നെ വീണ്ടും വീണ്ടും ദുരിതങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് വിശ്വാസം വേണമെന്നില്ല, പക്ഷേ ഒരു ശക്തിയുണ്ട് ഇതിൻ്റെ എല്ലാം പുറകിൽ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക. എല്ലാ വിജയങ്ങളും ഉണ്ടാകും 2025 എന്ന് വിശ്വസിക്കുന്നു. ശനീശ്വരനെ പ്രാർത്ഥിക്കുക, ഓം ശനൈശ്വരായ നമഃ ജപിക്കുക. അതുപോലെ കാക്കയ്ക്കിടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക, തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക, ഉപദ്രവിക്കാതെയെങ്കിലും ഇരിക്കുക. പിന്നെ
നീരാഞ്ജനം കത്തിക്കുക, കടുംപായസ നിവേദ്യം ശാസ്താവിനോ അയ്യപ്പസ്വാമിക്കോ അതല്ലെങ്കിൽ ശനീശ്വരനോ. ഓം നമോ നാരായണായ ജപിക്കുക, അത് തീർച്ചയായും വ്യാഴദോഷത്തിനാണ്. അതുപോലെ മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, പാൽപ്പായസ നൈവേദ്യമോ നെയ്വിളക്ക് കത്തിക്കലോ ആവാം. ഓം നാഗായ നമ ജപിക്കുക നാഗദോഷ പരിഹാരങ്ങൾക്ക്. അതുപോലെ തന്നെ 100 പാലും കൊടുക്കുക പക്കനാളിനോ ആയില്യം നാളിനോ. ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ കേതുദോഷ പരിഹാരത്തിന് ജപിക്കുക. പിന്നെ കറുകമാല അർപ്പിക്കുക, ഉണ്ണിയപ്പ നിവേദ്യം നടത്തുക. എല്ലാവർക്കും നല്ലൊരു മാസമാവട്ടെ, എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ. നന്ദി, നമസ്കാരം.